അന്ത്യവിധിയുടേത്. ആർക്കാണ് ദാഹിക്കുന്നത്, ആരാണ് കാരാഗൃഹത്തിലുള്ളത്, ആർക്കാണ് രോഗമായിട്ട്, അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ വായനയിൽ നിന്നുള്ള ധ്യാനചിന്തകൾ മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നു. റോമാക്കാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള പ്രത്യാശയുടെ സന്ദേശമാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. Abbiamo bisogno di vedere la luce della speranza e di dare noi stessi la speranza. പ്രത്യാശയോടെ ജീവിക്കാനുള്ള ആഹ്വാനമാണ് മാർപ്പാപ്പ നൽകുന്നത്. Ogni donna con uno sguardo di tenerezza e amore e aprire l'orizzonte della speranza e aprire uno squarcio di luce in mezzo a tanti nube e portare il calore della speranza. ഈ ലോകത്തിലെ ഓരോ വ്യക്തികളും ഈ പ്രത്യാശയുടെ ചക്രവാളം തുറക്കാനായിട്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കണമെന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നു. L'orizzonte di Dio che ci è stato aperto in Cristo è fondata sulla roccia che è Dio. പാറമേൽ പണിത സഭയെക്കുറിച്ച്, ക്രിസ്തു പണിത സഭയെക്കുറിച്ച് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നു. ആ സഭയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. മാതാവിനോട് ചേർന്ന് ഓരോരുത്തരോടും ചേർന്ന് സഭയെ സംരക്ഷിക്കാൻ, പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, നമ്മളെ ഓരോരുത്തരെയും തന്നെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യാശയുടെ നക്ഷത്രമായി തീരാനായിട്ട് നമ്മൾ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്റ്റെല്ല ദെല്ല സ്പെറാൻസ, പ്രത്യാശയുടെ നക്ഷത്രമായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മാർപ്പാപ്പ പറയുന്നു. affinché lo Spirito Santo accompagni il mio ministerio e a voi tutti. ഫ്രാൻസിസ് അസീസിയുടെ അരൂപിയെക്കുറിച്ചാണ് ഇപ്പോൾ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫ്രാൻസിസ് അസീസിയുടെ അരൂപിയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ആ രൂപിയിൽ ഇടയനടുത്ത് ശുശ്രൂഷ നിർവഹിക്കാൻ എനിക്ക് സാധിക്കണം, അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ തൻ്റെ പ്രഥമ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നു. വത്തിക്കാൻ സാൻ പിയത്രോ വത്തിക്കാൻ ചതുരത്തിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. ഇനി വിശ്വാസ പ്രമാണം ഗായക സംഘം ആലപിക്കുന്നു. ഗ്രിഗോറിയൻ സംഗീതത്തിൽ ക്രേദോ ലത്തീൻ ഭാഷയിൽ ആരംഭിക്കുന്നു. വിശ്വാസ വർഷമാണിത്. കത്തോലിക്കരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട വർഷം. 12 കാര്യങ്ങളിലാണ് വിശ്വാസികൾ, ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. വിശ്വാസ പ്രമാണം സാധാരണ ജപമാല ചൊല്ലുമ്പോൾ വീടുകളിൽ നമ്മൾ എല്ലാവരും ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഞായറാഴ്ചയെങ്കിലും ദിവ്യബലി അർപ്പിക്കുമ്പോൾ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലാറുണ്ട്. 12 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ ഏറ്റുപറയുക. ഏകന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നേൻ എന്നുള്ള ലത്തീൻ ഗീതകം ഗ്രിഗോറിയൻ സംഗീതത്തിൽ ആലപിക്കുന്നതാണ് ഇപ്പോൾ നാം ശ്രവിക്കുന്നത്. എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാം ഈശോയിലും ഞാൻ വിശ്വസിക്കുന്നു. വത്തിക്കാൻ ചതുരം, ചതുരത്തിലകത്ത് മാർപ്പാപ്പയുടെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ. നേരെ കാണുന്നത് വിയ കോൺസലസിയോണെ. സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങറ്റത്ത് നമുക്ക് ടൈബർ നദി കാണാൻ സാധിക്കും. ടൈബർ നദിക്കും മോണ്ടെ മാരിയോ കുന്നിനും ഇടയിലാണ് വത്തിക്കാൻ കുന്ന്. പഴയ കാട്ടുപ്രദേശമായിരുന്നു, കുറ്റിക്കാടുകളുള്ള പ്രദേശമായിരുന്നു. കള്ളന്മാരെയും കൊലയാളികളെയുമെല്ലാം സംസ്കരിച്ച പ്രദേശമായിരുന്നു വത്തിക്കാൻ കുന്ന്. അവിടെയാണ് കള്ളന്മാരെ പോലെ ശിഷ്യന്മാരുടെ പ്രധാനിയായിരുന്ന വിശുദ്ധ പത്രോസിനെ തലകീഴായി ക്രൂശിച്ച് കൊന്നത്. പിന്നീട് അവിടെ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. മതപീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ ആദിമ ക്രൈസ്തവർ ഏറെ പേടിച്ചാണ് വിശുദ്ധ പത്രോസിൻ്റെ കുഴിമാടത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. പിന്നീട് AD 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇവിടെ ദേവാലയം ആദ്യമായിട്ട് പണിതു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടതോടുകൂടിയാണ്
കത്തോലിക്ക സഭയുടെ ഒരു പുതുയുഗം ആരംഭിക്കുക. ചക്രവർത്തിക്കുണ്ടായിരുന്നതെല്ലാം സഭയ്ക്ക് നൽകി. മെത്രാന്മാരും പുരോഹിതരും അണിയുന്ന വസ്ത്രങ്ങൾ പോലും ഒരു കാലഘട്ടത്തിൽ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ്. പിന്നീട് AD 326 ആരംഭിച്ച ദേവാലയ പണി AD 333 7 വർഷം കൊണ്ട് പൂർത്തിയാക്കി. എന്നാൽ പുതിയ ദേവാലയം 16-ാം നൂറ്റാണ്ടിലാണ് പണി ആരംഭിച്ചത്. 120 വർഷം എടുത്തുകൊണ്ടാണ് ഈ വലിയ വത്തിക്കാനിലെ ഈ ബസിലിക്ക ദേവാലയം പണിത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ക്രൈസ്ത റെഡീമറിൻ്റെ പ്രതിമയാണ് നമ്മൾ കാണുക. വത്തിക്കാനിൽ മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ടാണ് ആ പ്രതിമയുള്ളത്. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഇരുഭാഗങ്ങളിലുമായിട്ട് ക്രിസ്ത്യന്മാരുമുള്ള 13 രൂപങ്ങളാണ് ബസിലിക്കയുടെ മുകളിൽ ഉള്ളത്. വത്തിക്കാൻ ബസിലിക്കയുടെ മുകളിലുള്ള ഡൂമിൻ്റെ മുകളിലുള്ള കുരിശാണ് നമ്മൾ കണ്ടത്. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപമോചനം ഏകുന്ന ഒരേക ജ്ഞാനസ്നാനം ഭക്തിയോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന വരികളാണ് വത്തിക്കാൻ ഗായക സംഘം ഇപ്പോൾ ആലപിക്കുന്നത്. ഇനി ഒരു സ്റ്റാൻസ് കൂടി, ഒരു ഭാഗം കൂടി കഴിയുമ്പോൾ ക്രേദോ വിശ്വാസ പ്രമാണം, ലത്തീൻ ഭാഷയിൽ ആലപിക്കുന്ന വിശ്വാസ പ്രമാണം അവസാനിക്കും. തുടർന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണ്. രാഷ്ട്രത്തിൽ നിന്നുള്ള പ്രതിനിധികളാണ്, രാഷ്ട്രത്തലവന്മാരെയാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വത്തിക്കാനിൽ തെളിഞ്ഞ ആകാശം, ഉച്ചയോട് അടുത്തു വരുന്ന സമയം. റോമിൽ വെയിലാണെങ്കിൽ നല്ല ചൂടുണ്ടാകും. ആ വെയിലെല്ലാം സഹിച്ചുകൊണ്ടാണ് 3 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികൾ ഭക്തിയോടുകൂടി ഇപ്പോൾ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. മാർപ്പാപ്പയുടെ ഈ പ്രാർത്ഥനയോടുകൂടി വിശ്വാസികളുടെ പ്രാർത്ഥന ആരംഭിക്കും. ഇനി ഡീക്കൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ട നിയോഗം പറയും. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ പ്രാർത്ഥന. ഡീക്കൻ ഇപ്പോൾ അത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. റഷ്യൻ ഭാഷയിലാണ് ആദ്യത്തെ വിശ്വാസികളുടെ പ്രാർത്ഥന. റഷ്യൻ ഭാഷയിലുള്ള പ്രാർത്ഥനയിൽ സഭയെ ദൈവം സംരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് നാം ശ്രവിക്കുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥന ഫ്രാൻസിസ് പോപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഇപ്പോൾ ഡീക്കൻ പറയും. തുടർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഫ്രഞ്ച് ഭാഷയിലാണ്. ഫ്രഞ്ച് ഭാഷയിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കേൾക്കുന്നത്. ഫ്രാൻസിൽ നിന്നുള്ള ഒരു യുവാവിന് അതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ സഭയെ നയിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇനി പ്രാർത്ഥിക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് ഡീക്കൻ പറയുന്നു. അറബി ഭാഷയിലാണ് അടുത്ത പ്രാർത്ഥന വരുന്നത്. വിജ്ഞാനവും വിവേകവും നൽകി ലോകരാഷ്ട്രങ്ങളെ നയിക്കുന്നവർക്ക് അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥനയുടെ ഉള്ളടക്കം. കർത്താവേ പ്രാർത്ഥന കേൾക്കണമെന്ന് മറുപടി പറയുന്നു. പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടിയിട്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഡീക്കൻ അരുൾ ചെയ്യുന്നു. അടുത്ത പ്രാർത്ഥന സൊഫീലി ഭാഷയാണ്. ടാൻസാനിയ, കെനിയ, ഉഗാണ്ട, കാമറോസ് എന്നീ രാജ്യങ്ങളിൽ ജനങ്ങൾ കൂടുതൽ പറയുന്ന ഭാഷയിലാണ് ഇപ്പോൾ ഈ പ്രാർത്ഥന നടക്കുന്നത്. രോഗികൾ, ദുഃഖിക്കുന്നവർ, നിരാശരായി ജീവിക്കുന്നവർക്ക് അങ്ങയുടെ പ്രത്യാശ നൽകണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ചതുരത്തിലും ഈ ടെലിവിഷനിലെല്ലാം ഈ തിരുക്കർമ്മങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ ഭാഷ ഇനി ചൈനീസ് ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്.
ഈ പ്രാർത്ഥനയോടെ വിശ്വാസികളുടെ പ്രാർത്ഥന സമാപിക്കുന്നു. മാർപ്പാപ്പ ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സമാപിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രാർത്ഥന നടത്തും. തുടർന്ന് ഏകദേശം 10ഓളം ഭാഷകൾ ഈ സാർവത്രിക സഭയുടെ സാർവത്രികത വിളിച്ചോതുന്ന രീതിയിൽ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ കർമ്മത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. മാർപ്പാപ്പയുടെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ അവസാനിക്കും. തുടർന്ന് കാഴ്ചവെപ്പാണ് ബലിവേദിയിലേക്ക് മാർപ്പാപ്പയെ. തുടർന്ന് ഈ പ്രാർത്ഥന കഴിയുന്നതോടെ പടികളിറങ്ങി താഴെയുള്ള ബലിവേദിയിലെത്തി ദിവ്യബലി തുടരും. കാഴ്ചവെപ്പ് ഗാനം ഗായക സംഘം ആലപിക്കുന്നു. ഈ ഗാനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നുള്ള സുവിശേഷത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഗാനമാണ്. ഈ ഗാനം ആലപിക്കുമ്പോൾ കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാർപ്പാപ്പയുടെ അടുക്കിലേക്ക് വരും. ബലിവേദിയിലേക്ക് കാഴ്ചവസ്തുക്കൾ സംവഹിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നീ അജഗണത്തിൻ്റെ ഇടയനാകുന്നു എന്നുള്ള ഗാനം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു സുവിശേഷ വാക്യമാണ്. ആ ഗാനമാണ് വത്തിക്കാൻ ഗായക സംഘം ഗ്രിഗോറിയൻ സംഗീതത്തിൽ ലത്തീൻ ഭാഷയിൽ കാഴ്ചവെപ്പ് ഗാനമായിട്ട് ഇപ്പോൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. പിയാസ സാൻ പിയത്തറോയിൽ വത്തിക്കാനിലെ ചതുരത്തിൽ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം. രാഷ്ട്രങ്ങളുടെ പതാകകൾ ചിലർ വീശുന്നത് ഒഴിച്ചാൽ പങ്കെടുക്കുന്നവർ വത്തിക്കാൻ ബസിലിക്കയുടെ മുകളിലുള്ള കുരിശാണ് നമ്മൾ കാണുന്നത്. മാർപ്പാപ്പ തൻ്റെ സ്ഥാനിക വസ്ത്രങ്ങളണിഞ്ഞ് മൈറ്റർ എന്ന തൊപ്പി അണിഞ്ഞ് പാലിയം എന്ന സ്ഥാനിക തിരുവസ്ത്രം അണിഞ്ഞ് തൻ്റെ ആരാധനക്രമങ്ങൾക്കായിട്ടുള്ള സിംഹാസനത്തിലെ കസേരയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൃശ്യം. ഈ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ സഹായിക്കുന്ന ഡീക്കന്മാർ അൾത്താരയിൽ കാഴ്ചവസ്തുക്കൾ ദൈവജനം കൊണ്ടുവന്ന കാഴ്ചവസ്തുക്കൾ ഒരുക്കുന്നതാണ് നാം കണ്ടത്. അംശവടികൾ കൈകൾ പിടിച്ച് മാർപ്പാപ്പ പടികളിറങ്ങി ബലിവേദിയിലേക്ക് ദിവ്യബലിയുടെ 2ാമത്തെ ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നു. ഗോതമ്പിൽ നിന്ന് ഉണ്ടാക്കിയ ഓസ്തിയും അതുപോലെ മുന്തിരിച്ചാറ് നിറഞ്ഞ വീഞ്ഞും അവിടെ ബലിവേദിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവ ഉയർത്തി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇന്ന് മാർപ്പാപ്പ നടത്തുക. ഇത്തരം പ്രാർത്ഥനകൾ നടത്തുമ്പോൾ തലയിലുള്ള തൊപ്പി മാറ്റണം. അതുകൊണ്ടാണ് ഗുയിദോ മരീനി മാർപ്പാപ്പയുടെ ചെറുമണി മാസ്റ്റർ തൊപ്പി തലയിൽ നിന്ന് മാറ്റി ഇപ്പോൾ സ്കൾ ക്യാപ്പ് മാത്രമാണ് മാർപ്പാപ്പയുടെ തലയിലുള്ളത്. തിരുവോസ്തി കൈകളിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ എന്ന പ്രാർത്ഥന ചൊല്ലി ഇപ്പോൾ മുന്തിരിച്ചാറ് നിറഞ്ഞ കാസ കൈകളിലേന്തി ഉയർത്തിപ്പിടിച്ച് എല്ലാ ഞങ്ങൾ ഈ വീഞ്ഞ് ഞങ്ങൾക്ക് ലഭിച്ചത് അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ എന്ന പ്രാർത്ഥന സമർപ്പിച്ചിരിക്കുന്നു. തുറന്ന് മാർപ്പാപ്പ നിശബ്ദമായിട്ട് പശ്ചാത്തപിക്കുന്ന ഈ വിനീതദാസനെ കൈക്കൊള്ളണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ശിരസന്നിധിയിൽ ഞങ്ങളർപ്പിക്കുന്ന ഈ ബലി അങ്ങയെ പ്രസാദിപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന നൽകി കുന്തിരിക്കം ധൂപക്കുറ്റിയിലേക്ക് നിക്ഷേപിക്കുന്നു. തുറന്ന് ബലിവേദി ചുറ്റി മാർപ്പാപ്പ ധൂപിക്കും. ബലിവേദി ധൂപിക്കുന്നത് എന്നതാണ് നാം കാണുന്നത്. ബലിവസ്തുക്കൾ ധൂപിക്കുന്നു. ധൂപം പവിത്രീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് പ്രാർത്ഥനയുടെ അടയാളമാണ് ധൂപം. അത് സുഗന്ധപൂരിതമാണ് ധൂപം. ചിരട്ടക്കരി കൊണ്ട് കത്തിച്ച ധൂപക്കുറ്റിയിൽ കുന്തിരിക്കം നിക്ഷേപിച്ചാണ് ധൂപം തയ്യാറാക്കുന്നത്. മാർപ്പാപ്പ ബലിവേദി വലം വെച്ച് ധൂപിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാർപ്പാപ്പ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കുരിശിനെയാണ് ധൂപിക്കുക. അൾത്താരയിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശിനെ എഴുന്നേറ്റ് നിന്ന് ധൂപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ബലിവേദി ധൂപിച്ച ശേഷം മാർപ്പാപ്പ ധൂപക്കുറ്റി പ്രധാന ശുശ്രൂഷ സഹായിയെ ഏൽപ്പിക്കും. അദ്ദേഹം മാർപ്പാപ്പയെ ധൂപിക്കും. ധൂപം വഴി പ്രധാന കാർമ്മികൻ പവിത്രീകരിക്കാൻ വേണ്ടിയിട്ട്
അതേ തുടർന്ന് മാർപ്പാപ്പ തൻ്റെ കൈകൾ കഴുകും. ഇപ്പോൾ മാർപ്പാപ്പയെ ധൂപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ബലിവസ്തുക്കൾ ഒരുക്കി അതിനുശേഷം ഈ കർത്താവേ, എൻ്റെ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയണമേ, പാപങ്ങൾ നീക്കി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മാർപ്പാപ്പ കൈകൾ കഴുകും. തത്സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കുന്ന കർദിനാൾമാരെയും മെത്രാന്മാരെയും ദൈവജനത്തെയും പ്രധാന ശുശ്രൂഷ ധൂപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കുർബാനയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നൈവേദ്യ പ്രാർത്ഥനയാണ് ഇപ്പോൾ ചൊല്ലുന്നത്. എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും സർവ്വസമയ്ക്കുമായി ബലി സ്വീകരിക്കട്ടെ എന്ന് ജനം മറുപടി പറഞ്ഞു. കന്യകാമറിയത്തുനിന്ന് ജാതനായ ദൈവസുതനെ വിശുദ്ധ ഔസേപ്പ് വാത്സല്യത്തോടെ പരിരക്ഷിച്ചുവല്ലോ. ഈ യാഗവേദിയിൽ നിർമ്മല മാനസരായി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് മാർപ്പാപ്പ പ്രാർത്ഥിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടുകൂടെ ജനം മറുപടി ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം എന്ന് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു. Ecum et salutare, nostime sempre tubique gracias agere, Domine Sancte Pater. ആമുഖഗീതി എന്ന ലത്തീൻ ആരാധനാക്രമത്തിലെ പ്രാർത്ഥനയാണ് മാർപ്പാപ്പ ചൊല്ലുന്നത്. 120 കോടി ജനങ്ങൾ ഉള്ള കത്തോലിക്ക സഭയിൽ ഏകദേശം 23 സഭകളുടെ കൂട്ടായ്മയാണുള്ളത്. അതിൽ 118.17 കോടി വിശ്വാസികൾ ലത്തീൻ സമൂഹത്തിൽ നിന്നുള്ളതാണ്. ലത്തീൻ റീത്തിലുള്ള ദിവ്യബലി അർപ്പണത്തിലെ ആമുഖഗീതികൾ എന്നുള്ള പ്രാർത്ഥനയാണ് മാർപ്പാപ്പ ഇപ്പോൾ ചൊല്ലുന്നത്. അവസാനത്തെ ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഗായക സംഘം സാങ്ക്തൂസ്, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, ആകാശവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു, ഉന്നതങ്ങളിൽ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നുള്ള ഗീതകം വത്തിക്കാൻ ഗായക സംഘം ആലപിക്കുന്നു. ലത്തീനിലാണ് അത് ആലപിക്കുക. വത്തിക്കാൻ ചതുരത്തിൻ്റെ വിഹകവീക്ഷണമാണ് നമ്മൾ കാണുക. വത്തിക്കാൻ ചതുരത്തിന് പുറത്തുള്ള കെട്ടിടങ്ങൾ കാണാം. അത് ഇറ്റലിക്കകത്താണ് എങ്കിലും വത്തിക്കാൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യാലയങ്ങൾ അവിടെയാണ് പ്രവർത്തിക്കുക. ചില പ്രധാനപ്പെട്ട വകുപ്പുകളുടെ, നമ്മളുടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പോലെ എന്നൊക്കെ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യാലയങ്ങൾ വത്തിക്കാന് പുറത്ത് ഇറ്റാലിയൻ രാഷ്ട്രത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾ വളരെ ഭക്തിസാന്ദ്രമായി ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. വത്തിക്കാൻ ഗായക സംഘം ലത്തീനിലുള്ള പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ഗാനം ആലപിക്കുന്നു. വിയ കൊൻസലസ്യോണെ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലുള്ള സുപ്രധാനമായിട്ടുള്ള വഴി. ഈ ദേവാലയം പണിതപ്പോൾ ഇത് വളരെ ഇടുങ്ങിയ വഴിയായിരുന്നു. പിന്നീട് 1929 വത്തിക്കാൻ രാഷ്ട്രം നിലവിൽ വന്നതിനോടാണ് തുടർന്നാണ് ഇത്തരത്തിൽ വീതിയുള്ള വഴി